പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ രോഗികള്, പീഡിതരെ, മാനസിക സംഘടന അനുഭവിക്കുന്നവര്, ഡിപ്രഷൻ അനുഭവിക്കുന്നവര്, മരുന്ന് കഴിച്ചിട്ട് ഉറക്കം മൂടുകയും ശരീരം തൂക്കം വെക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ ഡിപ്രഷൻ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ആൾക്കാരെ കർത്താവേ, നീ അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങളെ, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ, അവിടെ മാതാപിതാക്കന്മാരെ മനസ്സ് കെട്ടുപോയവരെ, തകർച്ച സങ്കടം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തവർ, ജീവിക്കാൻ വേണ്ടി ജീവിതത്തോട് മൽപ്പിടുത്തം നടത്തുന്നവർ, മരുന്ന് കഴിച്ചിട്ടും രോഗം സുഖമാക്കാതെയും രോഗം പൊറുക്കാതെ ഇരിക്കുന്നവർ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നിനക്ക് ദൈവസന്ധിപ്പും സൗഖ്യം ലഭിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര
എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ നമ്മുടെ ഉത്കണ്ഠകളില്ലേ ആൾക്കാർക്ക്, ഈ ഉത്കണ്ഠയും കൃപയും തമ്മിൽ കുറേ ബന്ധമുണ്ട്. അപ്പോൾ നിങ്ങളവർക്ക് ഇതൊന്നും ഒരു വലിയ പോസിറ്റീവായിട്ടുള്ള കാര്യം, പിന്നെ അതിന് നെഗറ്റീവായിട്ട് എന്താ ബന്ധം? ഇരുട്ടും രാത്രിയും പകലും തമ്മിൽ എന്താ ബന്ധം? ഉത്കണ്ഠയും കൃപയും തമ്മിൽ എന്താ ബന്ധം? ഉത്കണ്ഠയെക്കുറിച്ച് ഈശോ പറഞ്ഞത് മത്തായി 6:34, അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതതിന്റെ ക്ലേശം മതി. അതിന്റെ ക്ലേശം. അപ്പൊ ഈ ഓരോ ദിവസത്തിനും ഓരോ ക്ലേശം ഉണ്ടാകുമ്പോൾ തന്നെ എന്നെ പോസിറ്റീവ് ആക്കേണ്ട എങ്ങനെ അറിയാവാ? അതിന് ഉപോത്ബലമായിട്ട് അതാത് ഓരോ പ്രഭാതത്തിലും അവൻ്റെ സ്നേഹം പുതിയതാണെന്നുള്ള വചനമുണ്ട്. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. ഇതിന്റെ വിഷയത്തിൽ നമ്മൾ ഇത് തമ്മിൽ കണക്ട് ചെയ്യണം. കാര്യം ഈശോ പറഞ്ഞാണ് ഓരോ പ്രഭാതത്തിലും ഓരോ ദിവസത്തിന് ചിലപ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്യസനങ്ങളും ക്ലേശങ്ങളും ഉണ്ടാകും. പക്ഷേ അപ്പോൾ ഓർക്കണം, ഓരോ പ്രഭാതത്തിലും കർത്താവിൻ്റെ പുതിയ സ്നേഹം കൂടി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഉത്കണ്ഠകൾ ഉണ്ട്, പക്ഷേ അതേസമയം തന്നെ അതിനെ ഈ സ്നേഹം കൊണ്ട്, കർത്താവിൻ്റെ സ്നേഹം കൊണ്ടാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത്. നമ്മളെന്ത് ചെയ്യണം? നമ്മൾ സ്നേഹത്തിൽ ഊന്നിക്കൊണ്ട്, അപ്പോൾ നമുക്കറിയാം ഒരു ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ കൃപയും ആവശ്യവും തമ്മിൽ ബന്ധമുണ്ടേ. നിനക്ക് വ്യസനമുണ്ട്, ആ വ്യസനത്തിൽ നിന്ന് മാറണം. നിനക്ക് ഓരോ ക്ലേശങ്ങളുണ്ട്, ആ ക്ലേശത്തിൽ മാറണം. അതിനാവശ്യമാണ്. ആ ആവശ്യത്തിന്, ആ ഉത്കണ്ഠയെ നമുക്ക് കൃപയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഇബ്രായത്തെ. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. നീഡ് ഓഫ് ദി ടൈമാണ്. വേണ്ട സമയത്തോടെ നീഡ് ഓഫ് ദി ടൈം ഇംഗ്ലീഷ് കിടക്കുന്നത്. പക്ഷേ ഒരു ദിവസം നമുക്കൊരു പ്രത്യേക ആവശ്യം വന്നു. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? കരുണയുടെ കൃപാവരത്തെ അതിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം. അത് കർത്താവാണ്. കരുണയുടെ കൃപാവരം അല്ലെങ്കിൽ എന്ന് പറയുന്നത്, കൃപാസനം എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ? കർത്താവ് തന്നെയാണ്. അപ്പോൾ ഓരോ ദിവസവും നമുക്ക് ക്ലേശങ്ങളുണ്ടെങ്കിൽ ആ ക്ലേശങ്ങളിൽ നമ്മൾ കർത്താവിനെ സമീപിക്കുകയും കർത്താവ് അത് കൃപയായി കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്നതാണ്. ഈ ക്ലേശങ്ങളെ കൺവേർട്ട് ചെയ്ത് ക്ലേശങ്ങളെ ആശ്രയിച്ചുകൊണ്ട് കൺവേർട്ട് ചെയ്താണ് കൃപ നമ്മളോട് സഹകരിച്ചുകൊണ്ട് കൃപയുടെ വാഹകരായിട്ട് മാറുന്നത്. അപ്പം ഇത് തമ്മിലിങ്ങനെ കറക്റ്റ് ബന്ധമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ക്ലേശങ്ങളും കൃപയും തമ്മിൽ ബന്ധമുണ്ട്, ക്ലേശങ്ങളും ക്രിസ്തുവും തമ്മിൽ ബന്ധമുണ്ട്. ഇത് നമ്മൾ കൃപയിൽ വളരണത്, ഓരോ പ്രഭാതത്തിലും വളർന്ന് വരണത് ഈ ഒരു തന്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ്, മെക്കാനിക്സ് ഉപയോഗിച്ചുകൊണ്ടാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. എൻ്റെ പേര് എൽസമ്മ ജീസൺ. ഞാൻ എരുമേലിയിൽ നിന്ന് വരുന്നു. ഇത് എൻ്റെ മോൻ അലൻ. ഞാൻ 2023 മെയ്യിലാണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. പല പ്രാവശ്യം ഇതുവഴി വന്നിട്ടുണ്ടെങ്കിലും കൃപാസനത്തെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും എനിക്ക് സാധിക്കാറില്ലായിരുന്നു. പോകാനായിട്ട് എല്ലാം തയ്യാറായി വന്നാലും തക്ക സമയമാകുമ്പോൾ ഏതെങ്കിലും കാരണത്തിൽ മുടങ്ങിപ്പോകാറായിരുന്നു പതിവ്. അപ്പം അങ്ങനെ ഇരിക്കെ നിങ്ങൾ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് നിൽക്കുന്ന ഒരു കുടുംബമാണ്. അപ്പം ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ചേച്ചിയാണ് എന്നോട് പറഞ്ഞത്, നീ കൃപാസനത്തിൽ പോകും, അവിടെ വന്നാൽ നിൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം. അപ്പോൾ എനിക്ക് വണ്ടിക്കൂലിക്ക് പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഞാൻ ഒഴിയുമായിരുന്നു ചെയ്യുന്നത്. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, നിന്നെ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞ് ആദ്യമായിട്ട് എൻ്റെ ചേച്ചിയാണ് എന്നെ ഇവിടെ കൊണ്ടുവരുന്നത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു. നിങ്ങൾ സ്വാഭാവികമായിട്ടും മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്ന മാതാവിൻ്റെ ഒരു ഭക്തിയാണ് ഞാൻ. യേശുവിനോടും പ്രാർത്ഥിക്കും, വിശ്വാസമുണ്ട്. അങ്ങനെ ഒരു ക്രിസ്ത്യാനിക്ക് വേണ്ടതായ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും ഒക്കെ വളർന്നു വരുന്ന ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടേത്. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ശേഷമാണ് പ്രാർത്ഥന എന്താണെന്നും യേശുവിനോടുള്ള എങ്ങനെ പ്രാർത്ഥിക്കണം എന്താണ് അതിന് കൂടുതൽ ആഴപ്പെട്ടത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമായിരുന്നു പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് കൂടുതൽ ആഴപ്പെട്ടത്. അപ്പോൾ അങ്ങനെ ഇരിക്കുക ഉടമ്പടി എടുത്തു തിരിച്ചു പോയി കഴിഞ്ഞ് അത് ആദ്യമായിട്ട് ഒരു മാതാവിൻ്റെ ഒരു അനുഭവം എനിക്ക് കിട്ടിയതെന്ന് പറയാൻ,
ഞാനും എൻ്റെ മൂത്ത മോനും കൂടെ ബൈക്കിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ഞങ്ങളുടെ ബൈക്ക് പെട്ടെന്ന് മുന്നിൽ പോയ ഒരു വാഹനത്തിന് ചെന്നിടിച്ചു. ഞങ്ങൾ രണ്ടുപേരും റോഡിലേക്ക് തെറിച്ചു വീണു. ബൈക്ക് ഒരു സൈഡിലേക്ക് പോയി. അപ്പോൾ പെട്ടെന്ന് സൈഡിൽ കൂടെ ഒരു ബസ് വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഏകദേശം റോഡിൻ്റെ സെൻറ്ററിലായിട്ടായിരുന്നു ഞങ്ങൾ കിടന്നത്. ആ ബസ് വന്ന ആ സമയം പെട്ടെന്ന് മാതാവേ എന്നൊന്ന് വിളിക്കാനുള്ള സമയം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ബസ് വന്ന് സൈഡിൽ കൂടെ പോയി. എന്തൊക്കെയോ സംഭവിച്ചു എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ ആരൊക്കെയോ പെട്ടെന്ന് ഓടിക്കൂടി ഞങ്ങളെ പെട്ടെന്ന് എടുത്ത് അടുത്തുള്ളൊരു വീട്ടിലേക്ക് ആക്കുകയാണ് ആദ്യം ചെയ്തത്. അപ്പോൾ നോക്കിയപ്പം പെട്ടെന്ന് ഞങ്ങൾക്ക് വലിയ പരിക്കുകളൊന്നുമില്ല, ഒരിടത്തും രക്തം പൊടിഞ്ഞിട്ടില്ല എന്നൊക്കെ മനസ്സിലായി. എനിക്ക് ചെറുതായ പരിക്കുകളൊക്കെ ഉണ്ടായിരുന്നു. മോനൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ആ വീട്ടിലെ ചേച്ചി പെട്ടെന്ന് മാതാവിൻ്റെ തൈലം എടുത്തുകൊണ്ട് വന്ന് എൻ്റെ നെറ്റിയിൽ പുരട്ടി, മോൻ്റെയും നെറ്റിയിൽ പുരട്ടിയ ശേഷം ഒരു കാശുരൂപ എടുത്ത് ഞങ്ങളെ മുതിച്ചു. അപ്പോൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ഞാൻ കൃപാസനത്തിൽ പോയിരുന്നു, ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഞങ്ങൾക്കും ഇതൊക്കെ കിട്ടിയിരുന്നെന്ന് പറഞ്ഞു. എന്നിട്ട് എവിടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വീട്ടിലുണ്ട് എന്ന് പറഞ്ഞു. ഈ ഉടമ്പടി വസ്തുക്കൾ, കാശുരൂപ ഒന്നും ഞാൻ കൈ കരുതിയിരുന്നില്ലായിരുന്നു. ഇതായി പറഞ്ഞാൽ ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്നോ, ഉടമ്പടി വസ്തുക്കൾ എങ്ങനെ ഉപയോഗിക്കണമെന്നോ, എങ്ങനെ പ്രാർത്ഥിക്കണമെന്നോ കൂടുതലായിട്ടൊന്നും മനസ്സിലാക്കാതെ ആയിരുന്നു ഞാൻ ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പോയത്. എങ്കിലും മാതാവ് ആ അപകടമുണ്ടായ സമയത്ത് നമ്മളെ രക്ഷിച്ചു. അതായിരുന്നു എനിക്ക് ആദ്യം കിട്ടിയ അനുഭവം. പിന്നീട് എനിക്ക് ഉണ്ടായ സാക്ഷ്യം പറയാനുള്ള എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേഴ്സിങ്, ഫിസിയോതെറാപ്പി ഒക്കെ പാസ്സായ ആളാണ്. പക്ഷേ എൻ്റെ സർട്ടിഫിക്കറ്റുകൾ, SSLC ബുക്കടക്കം എൻ്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം എനിക്ക് നഷ്ടമായി പോയിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എല്ലാം വന്നു കഴിഞ്ഞപ്പോഴാണ് രണ്ടാമതൊരു ജോലി കിട്ടുന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നതും ഇതിനെക്കുറിച്ച്. അപ്പം സർട്ടിഫിക്കറ്റുകൾ നഷ്ടമായ സ്ഥിതിക്ക് ഞാൻ ഇനിയും ജോലിക്ക് പോകാനായിട്ട് ശ്രമിച്ചാലോ അതൊട്ടും നടക്കില്ലല്ലോ. അപ്പം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു, അമ്മേ നമ്മളേക്കാൾ ഉടമ്പടി എടുത്തതല്ലേ, നമുക്ക് പ്രാർത്ഥിച്ച അമ്മയ്ക്ക് ഏകദേശം ഒരു അറിവ് വെച്ച് ആ സ്ഥലത്തൂടെ എല്ലാം നമുക്കൊന്ന് തപ്പാം എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഒരു കൂട്ടുകാരിയെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. അവളോട് ചോദിച്ചാൽ ഏകദേശം ഒരറിവ് കിട്ടും എന്നുള്ളൊരു ധാരണ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ആ കൂട്ടുകാരി കുറച്ച് കാലം വിവരം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് അറിഞ്ഞു ആ കൂട്ടുകാരിക്ക് ക്യാൻസറാണ്, അവൾ അവിടെങ്ങും ഇല്ല എന്നുള്ള ഒരു അറിവ് കിട്ടി. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചില്ല. അങ്ങനെ 18 വർഷമാണ് എൻ്റെ മുന്നിൽ മിസ്സായത്. സർട്ടിഫിക്കറ്റ് പോയി എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. എനിക്ക് SSLC ബുക്ക് അടക്കമുള്ളതാണ്, മുന്നോട്ടുള്ള ഒരു ഭാവിക്കും എനിക്ക് സാധ്യമല്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. അപ്പോൾ എൻ്റെ മോൻ കുഞ്ഞായിരുന്ന സമയത്ത്, മോനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഒരു സീപ്പറെ പരിചയപ്പെടാനിടയായി. പരിചയപ്പെട്ട സമയത്ത് ഞങ്ങൾ പരിചയപ്പെട്ടപ്പോൾ ആ സീപ്പർ എൻ്റെ ഈ കൂട്ടുകാരിയെക്കുറിച്ച് ഒരിക്കൽ എന്നോട് പറയുണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് ജോലിയിലുണ്ടായിരുന്ന ആളാണ് എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഈ സീപ്പറെക്കുറിച്ച് ഓർമ്മ വന്നു, ഇങ്ങനെ ഒരാളുണ്ടായിരുന്നല്ലോ. പക്ഷെ അന്ന് മുതൽ ഞങ്ങൾ ഈ സീപ്പറെ അന്വേഷിച്ച് നടപ്പായി. അടുത്തുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും ഞാൻ പോയി, ഇങ്ങനെ ഒരാളുണ്ടോ, ഷീല എന്നാണ് ആ ചേച്ചിയുടെ പേര്. അപ്പോൾ ഈ ഷീല എന്ന പേരിൽ ഒരാളുണ്ടോ എന്ന് അന്വേഷിച്ച് പോയി. ഒരു ഹോസ്പിറ്റലിലും അവരെ കണ്ടെത്താനായില്ല. അങ്ങനെ അത് പോയി. 18 വർഷങ്ങൾക്ക് ശേഷം, ഉടമ്പടി എടുത്തതിൻ്റെ ഒരാഴ്ചയ്ക്ക് ശേഷം ഞങ്ങൾ അടുത്തുള്ള ഒരു പള്ളിയിൽ പോയി പ്രാർത്ഥന കഴിഞ്ഞിട്ട്, അന്ന് ഈ സർട്ടിഫിക്കറ്റുകൾക്ക് ഞാൻ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ സർട്ടിഫിക്കറ്റുകൾ എങ്ങനെയെങ്കിലും എനിക്ക് തിരിച്ച് കിട്ടണമെന്ന്. പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. എങ്ങനെയെങ്കിലും ആ ചേച്ചിയെ ഒന്ന് കണ്ടു കിട്ടിയാൽ എനിക്കിത് കിട്ടും. പക്ഷേ ആ ചേച്ചിയെ എവിടെ പോയി തപ്പും? വർഷം 18 കഴിഞ്ഞില്ലേ, എവിടെ പോയി തപ്പാനാ? അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ആദ്യമേ ഒരു ഹോസ്പിറ്റലിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങളുടെ മുന്നിലായിട്ടൊരു ഓട്ടോ ഓവർടേക്ക് ചെയ്തു പോയി. ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം ഓവർടേക്ക് ചെയ്ത് പോയി. പെട്ടെന്ന് ഞങ്ങൾ ബൈക്ക് നിർത്തിയപ്പോൾ ഉണ്ട് ആ ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്നത് ആ ചേച്ചിയായിരുന്നു. 18 വർഷങ്ങൾക്ക് ശേഷം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വന്ന ശേഷം ആ ചേച്ചിയെ വീണ്ടും പെട്ടെന്ന് അന്നേരം കണ്ടുമുട്ടുമായിരുന്നു. മാതാവ് എൻ്റെ മുന്നിൽ ആ ചേച്ചിയെ കൊണ്ടുവന്ന് തരികയായിരുന്നു. പെട്ടെന്ന് ഞങ്ങളും ഇറങ്ങി, ആ ചേച്ചിയും ഇറങ്ങി. ചേച്ചിക്ക് നല്ല പരിചയമുള്ളതാണ്. ഞങ്ങൾ കുറേ നേരം കെട്ടിപ്പിടിച്ച് വഴിയരിയിൽ നിന്നു. കാരണം അത്രയ്ക്ക് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ലായിരുന്നു. എനിക്ക് കരച്ചിൽ വന്നു, ഞാൻ നന്നായിട്ട് കരഞ്ഞു. ആ ചേച്ചി അതിന് ശേഷം അവിടുന്ന് എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഞങ്ങൾ തിരിച്ചു പോരുമ്പം എനിക്ക് എൻ്റെ ആ കൂട്ടുകാരിയുടെ നമ്പർ തന്നു കഴിഞ്ഞിട്ട് എനിക്ക് ആ നമ്പറിൽ വിളിക്കാൻ എനിക്ക് പേടിയായിരുന്നു. വിളിക്കുമ്പോൾ എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റുകളെക്കുറിച്ച് ഒരറിവുമില്ല എന്നാണ് അവൾ പറയുന്നതെങ്കിൽ എനിക്കത് താങ്ങാൻ പറ്റുമോ? അങ്ങനെ ഓർത്ത് ഞാൻ വിളിക്കാതിരുന്നു. അവസാനം ഞാൻ ബൈബിൾ എടുത്ത് വായിച്ചു. ബൈബിൾ വായിച്ച ശേഷം ഞാൻ ആ കൂട്ടുകാരിയെ വിളിച്ചപ്പം പറഞ്ഞു, നിൻ്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം എൻ്റെ അടുത്ത് ഭദ്രമായിട്ടിരിപ്പുണ്ട്,
പറഞ്ഞിട്ടുണ്ട്, നീ സ്ഥാപനത്തിൽ നിന്ന് പോന്നു കഴിഞ്ഞു, തിരിച്ച് സ്ഥാപനം വേറൊരു ട്രസ്റ്റ് ഏറ്റെടുത്തു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം പഴയ ആൾക്കാരും പഴയ സർട്ടിഫിക്കറ്റുകളും എല്ലാം അവരൊഴിവാക്കി പുതിയ സ്റ്റാഫിനെ എല്ലാമാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ കുറേ പേരുടെ സർട്ടിഫിക്കറ്റുകളും എല്ലാം കുറേ പേർക്ക് മിസ്സായിട്ടുണ്ട്, കൊടുത്തിട്ടില്ല. അങ്ങനെയാണ്. പക്ഷേ നിൻ്റേത് സർട്ടിഫിക്കറ്റുകൾ എൻ്റെ കയ്യിലുണ്ട് എന്നവൾ പറഞ്ഞു. പിന്നെ ഞാനും മോനും കൂടെ പോയി ആ സർട്ടിഫിക്കറ്റുകൾ വാങ്ങി കൊണ്ടുവന്നു. ഞാൻ എന്നാണേലും സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം ഒരു ജോലിയിൽ പ്രവേശിച്ചു. ഇന്ന് ഞാൻ ആ ജോലി ചെയ്യുന്നുണ്ട്. മാതാവ് എനിക്ക് തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരുന്നു. 18 വർഷങ്ങൾക്ക് ശേഷം നഷ്ടപ്പെട്ടു പോയ ആ സർട്ടിഫിക്കറ്റുകളെല്ലാം തിരിച്ചു തന്ന് ഇന്ന് ഞാൻ ജോലിയിൽ തുടരുന്നു എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു സാക്ഷ്യമാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഇടയിലായിട്ടുള്ള കാര്യമാണ്. ഇത് എൻ്റെ മോന് അലൻ, ഇവന് +2 പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ്. അപ്പം ഈ ജോലി എനിക്ക് കിട്ടുന്നതിന് മുന്നെയാണത്. ആ സമയത്ത് സാമ്പത്തിക ബുദ്ധിമുട്ട് വളരെയേറെ നന്നായിട്ട് ബസ് കൂലി കൊടുക്കാൻ പോലും പൈസ ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒരവസരത്തിലായിരുന്നു. ഇവനാണെങ്കിൽ സാമാന്യം നല്ല ഉഴപ്പുണ്ടായിരുന്നു. ഉഴപ്പെന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ പോകാൻ കൂട്ടാക്കാതിരിക്കുക, പഠിക്കാതിരിക്കുക, രാവിലെ എണീക്കാതിരിക്കുക, അങ്ങനെയുള്ള സർവ്വ ഗുരുത്തക്കേടുകളും കയ്യിലുണ്ടായിരുന്നു. ആ സമയത്തെല്ലാം ഞാൻ മാതാവിനോട് ശക്തമായിട്ട് പ്രാർത്ഥിക്കും. ഒരു ദിവസം പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ ബസ് ഫെയർ കൊടുക്കാനായിട്ട് പൈസ ഇല്ല വന്നപ്പോൾ ഞാൻ അടുത്ത വീട്ടിലെ ഒരു കുട്ടിയോട് ഞാൻ ചില്ലറ പൈസ, അവൻ കുടുക്കയിൽ സൂക്ഷിച്ചിരുന്ന പൈസ വാങ്ങിയിട്ടാണ് ഞാൻ ഇവന് ബസ് ഫെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് പൈസയുമായിട്ട് ഇവൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ അവനത് ഇഷ്ടപ്പെട്ടില്ല. അവൻ ആ പൈസ എടുക്കാതെ അവൻ അവിടെ വെച്ചിട്ട് അവൻ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെയേറെ സങ്കടം തോന്നി. ഞാൻ അന്ന് മാതാവിൻ്റെ മുന്നിൽ, അപ്പം ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞ സമയത്താണ്, മാതാവിൻ്റെ മുന്നിലിരുന്ന് ഞാൻ ഒരുപാട് കരഞ്ഞു. ഒത്തിരി എനിക്ക് സങ്കടം സഹിക്കാനാവാതെ വന്നു. അങ്ങനെ ഒരുപാട് കരഞ്ഞ ശേഷം ഞാൻ അടുത്ത വീട്ടിൽ നിന്ന് ഒരു 100 രൂപ വാങ്ങി ഞാൻ എപ്പോഴും പോകാറുള്ള, സങ്കടം വരുമ്പോൾ ഓടിപ്പോകാറുള്ള മാതാവിൻ്റെ ഒരു പള്ളിയുണ്ട്, ഞങ്ങളുടെ കാഞ്ഞിരപ്പള്ളി, പഴയ പള്ളി, അക്കരപ്പള്ളി എന്ന് ഞങ്ങൾ പറയും. ആ പള്ളിയുണ്ട്. അവിടെ പോയി മാതാവിനോട് ഒത്തിരി സങ്കടം പറഞ്ഞിട്ട് മാതാവിനോട് ഞാൻ പറഞ്ഞു, എനിക്കിവനെ +2 മൊത്തം ഒന്ന് പഠിപ്പിച്ചെടുക്കാൻ, അവന് വണ്ടിക്കൂലി കൊടുക്കാനുള്ള പൈസ മാത്രം മതി, കൂടുതലൊന്നും വേണ്ട. അതിനുള്ള ഒരു വരുമാനം എനിക്ക് സംഘടിപ്പിച്ച് തരണം. അതിനുള്ള ഒരു വരുമാനത്തിനുള്ള എന്ത് ജോലി ആയാലും വേണ്ടുകയില്ല. അപ്പോൾ എനിക്ക് മറ്റേ ആദ്യം പറഞ്ഞ ജോലി കിട്ടുന്നതിന് മുന്നേ ആയിരുന്നു. എന്ത് ജോലി ആയാലും വേണ്ടുകയില്ല, എനിക്കത് സാറിനൊന്ന് ഞാൻ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് കരഞ്ഞു പ്രാർത്ഥിച്ച്, സാധാരണ എന്ന് ഞങ്ങൾ ഈ പള്ളിയിൽ വന്നിട്ട് പോകാറുള്ള ഒരു ബസ്സുണ്ടായിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ചെല്ലുമ്പോൾ എനിക്ക് ആ ബസ് മിസ്സായിപ്പോയി. ഇനി എന്ത് ചെയ്യുമെന്ന് ഓർത്തിരുന്ന് അടുത്ത ബസ്, പിന്നെ 2 ബസ് പിടിക്കണം. അടുത്ത ബസ്സിന് കയറി സ്റ്റാൻഡിൽ ചെന്നപ്പോൾ എൻ്റെ ഒരു പഴയൊരു കൂട്ടുകാരിയെ കണ്ടു. ആ കൂട്ടുകാരി ഒരു ആയുർവേദ ഡോക്ടറാണ്. അപ്പോൾ അവൾ എന്നോട് ചോദിച്ചു, ചേച്ചി എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു. ചേച്ചി എന്ത് ചെയ്യുന്നു? അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം വർക്കൊന്നുമില്ല, എന്ത് വർക്ക് കിട്ടിയാലും ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. എങ്കിൽ ചേച്ചി എൻ്റെ ക്ലിനിക്കിലേക്ക് പോരുന്നോ എന്ന് ചോദിച്ചു. ആ നിമിഷം ഞാൻ മാതാവിൻ്റെ മറ്റൊരു മുഖം കാണുമായിരുന്നു അവിടെ. രാവിലെ മാതാവിനോട് അത്രമേൽ സങ്കടപ്പെട്ട് ഞാൻ കരഞ്ഞു ചോദിച്ചു, എനിക്ക് വണ്ടിക്കൂലി കൊടുക്കാനുള്ള പൈസയ്ക്കുള്ള വരുമാനം മാത്രം കിട്ടിയാൽ മതി. വൈകുന്നേരം മണിക്കൂറുകൾ കഴിയുന്നതിന് മുന്നേ മാതാവ് എനിക്ക് അതിനോടൻ പരിഹാരം ഉണ്ടാക്കി തന്നു. പിറ്റേ ദിവസം രാവിലെ 10 മണിയാകുമ്പോഴത്തേനും ക്ലിനിക്കിലേക്ക് വരാൻ പറഞ്ഞു. പക്ഷേ പിറ്റേ ദിവസം പോകാൻ എനിക്ക് ഭയങ്കര പേടി. കാരണം എനിക്ക് ആയുർവേദത്തെക്കുറിച്ച് യാതൊന്നും അറിയില്ല. നേഴ്സിംഗ് അറിയാം, പക്ഷേ എങ്കിലും ആയുർവേദം അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഫാർമസി നിൽക്കുമ്പോൾ മരുന്നെടുത്ത് കൊടുക്കാനൊക്കെ എങ്ങനെ സാധിക്കും? പക്ഷേ ഇത് എന്താ ചെയ്യുക, ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് എന്ത് ചെയ്യും എന്ന് ഞാൻ പേടിച്ചു പോയി. അവിടെ ക്ലിനിക്കിന് അടുത്ത് എത്താറായപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവേ എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് പറഞ്ഞു തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ കയറി. എന്നോടൊന്നും ചോദിച്ചില്ല. എന്നോട് ചോദിച്ചു എന്താണ് ക്വാളിഫിക്കേഷൻ ഉള്ളതെന്ന് ചോദിച്ചു. നേഴ്സിംഗ് പഠിച്ചിട്ടുണ്ടല്ലേ, എന്നാൽ പിന്നെ ഇവിടെ നിൽക്കാൻ എളുപ്പമുണ്ടല്ലോ, അത്രയും മാത്രമേ എന്നോട് ചോദിച്ചുള്ളൂ. ഞാൻ അന്ന് മുതൽ ആ സ്ഥാപനത്തിൽ ജോലിക്കായിട്ട് കയറി. അന്ന് തന്നെ പേഷ്യൻ്റ് വന്നു കഴിഞ്ഞപ്പം എൻ്റെ കയ്യിൽ ഒരു ചീട്ട് കൊണ്ടുവന്ന് തരികയായിരുന്നു. ചീട്ട് കൊണ്ടുവന്ന് തന്നപ്പോൾ ഞാൻ അതൊന്ന് നോക്കിയിട്ട് ആകെപ്പാടെ ഒന്നും ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയിൽ ഞാൻ നിൽക്കുക. എനിക്കൊന്നും അറിയില്ല, മരുന്ന് എവിടെ ഇരിക്കുന്നെന്നോ ഇതെന്താണെന്നോ ശരിക്കും വായിക്കാൻ പോലും കിട്ടുന്നില്ല. സംസ്കൃതമാണത്. ഇംഗ്ലീഷിൽ സംസ്കൃതം അങ്ങനെ ആക്കിയിരിക്കുന്നതാണ്. നാവിന് വഴങ്ങുന്നില്ല വായിക്കാൻ നോക്കിയപ്പോൾ. അപ്പോൾ ഒരു തരത്തിൽ വായിച്ചെടുത്തിട്ട് മരുന്ന് നോക്കിയപ്പം എനിക്ക് കിട്ടുന്നില്ല. അത് അവിടുത്തെ ആദ്യത്തെ റാക്കിൽ നോക്കി, രണ്ടാമത്തെ റാക്കിൽ നോക്കി, അങ്ങനെ കൈ തട്ടി ഇങ്ങനെ റാക്ക് വഴി തപ്പിപ്പോകുന്ന അവസരത്തിൽ എൻ്റെ കൈ തട്ടി ഒരു ബോക്സ് താഴെ വീണു. ഞാൻ ആ ബോക്സ് മൈൻഡ് ചെയ്യാതെ അടുത്ത റാക്കിൽ പോയി. അവിടെ ചെന്നിട്ടും എനിക്ക് കിട്ടിയില്ല.
എന്നിട്ട് ഞാൻ തിരിച്ചു വന്ന് വേറൊരു മരുന്നിരിക്കുന്ന സ്ഥലമുണ്ട്, സ്റ്റോക്ക് ഇരിക്കുന്ന സ്ഥലം, അവിടെയും കൂടെ നോക്കാമെന്ന് കൊണ്ട് വെച്ചപ്പോൾ ഈ താഴെ പോയ മരുന്ന് എടുത്തു വെച്ചിട്ട് പോകാമെന്ന് കരുതി താഴെ പോയ ബോക്സ് എടുത്ത് നോക്കിയപ്പോൾ ഈ പേഷ്യൻ്റ് വന്ന് നിൽക്കുന്ന പേഷ്യൻറ്റിന് കൊടുക്കാനുള്ള മരുന്നായിരുന്നു അത്. അങ്ങനെ അമ്മ മാതാവ് ആദ്യമേ എന്നെ ആ വലിയ നാണക്കേടിൽ നിന്നും രക്ഷിച്ചു. പിന്നീട് അങ്ങോട്ട് എനിക്ക് ഭയങ്കര ധൈര്യമായി. പിന്നെ ഒരു വർഷക്കാലം ഞാൻ അവിടെ ജോലി ചെയ്തു. ഒരൊറ്റ മരുന്നും എനിക്ക് മിസ്സായിട്ടില്ല. ചീട്ട് കിട്ടുമ്പം തന്നെ എനിക്ക് കൊടുക്കാം. കാരണം ആദ്യത്തെ മരുന്ന് കൊടുത്തത് മാതാവാണ്. അതെനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. പിന്നീട് എനിക്ക് പറയാനുള്ള സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവൻ പ്ലസ് ടുവിൻ്റെ ഒരു വർഷക്കാലം കഴിഞ്ഞു. പ്ലസ് ടുവിൻ്റെ അത്യാവശ്യം ഉഴപ്പുകൾ വീണ്ടും തുടങ്ങി. ഞങ്ങൾ പള്ളിയിൽ പോകാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെയൊക്കെ ഞാൻ ബലം പിടിച്ചായിരുന്നു ഞാനിവിടെ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. 2 തവണ ഞാൻ അങ്ങനെ ബലമായിട്ട് ഞാനിവനെ ഇവിടെ കൊണ്ടുവരുമായിരുന്നു. അങ്ങനെ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നു. അപ്പോൾ പ്രാർത്ഥന ഞാൻ നന്നായിട്ട് ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ 3 വിഷയത്തിന് ഫെയിലായി. എനിക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നത്. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങി, 90 മേൽ മാർക്ക് വാങ്ങി ജയിച്ച കുട്ടിയാണ്. അപ്പോൾ അവൻ ഫെയിലാകേണ്ട ഒരു കാര്യമില്ല. പക്ഷേ ഉഴപ്പും കൊണ്ട് അത് ഫെയിലായി. എനിക്ക് താങ്ങാൻ പറ്റുന്നതിലപ്പുറം സങ്കടമായിരുന്നു. ഓരോ തവണയും ഞാൻ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ മാതാവിൻ്റെ ഫോട്ടോ നോക്കിയിട്ട് ഞാൻ സങ്കടപ്പെടും. എങ്കിലും മാതാവേ ഇത് വേണ്ടായിരുന്നു. അങ്ങനെ തന്നെ ഞാൻ പറയും, മാതാവേ എന്തിനാണ് ഇത്രയും ഒക്കെ ചെയ്തിട്ടും എന്തിനാണ് ഇക്കാര്യത്തിൽ എനിക്ക് ഇങ്ങനെയൊരു ഇത് വന്നതെന്ന് ഞാൻ മാതാവിനോട് സങ്കടം പറയും. ആ സങ്കടം പറയുന്ന അവസരത്തിലെല്ലാം മാതാവിൻ്റെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരിയാണ് ഞാൻ കാണുന്നത്. അത് കാണുമ്പോൾ ഞാൻ വീണ്ടും ഓർക്കും, മാതാവ് എന്താ ഇങ്ങനെ, ഞാൻ ഇത്രയും സീരിയസ് ആയ കാര്യം പറയുമ്പോൾ മാതാവ് ഇത്രയും നിസ്സാരമായിട്ട് അതിനെ തള്ളി എന്നെ നോക്കുന്നത് എന്താ അങ്ങനെ. അപ്പം 2ാമത് സപ്ലി എഴുതുന്ന കാര്യം പറഞ്ഞപ്പോൾ ഇവൻ സമ്മതിക്കില്ല. ഇവൻ പറഞ്ഞു ഞാൻ 1 വർഷം കൂടെ, അടുത്ത വർഷം എഴുതുന്നുള്ളൂ. അപ്പോൾ 1 വർഷം കളയുന്ന കാര്യം ചിന്തിക്കാൻ വയ്യ. അവസാനം ഞാൻ മാതാവിനോട് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു, അവൻ്റെ മനസ്സ് മാറ്റി കൊടുക്കണമെന്ന്. അങ്ങനെ സപ്ലിയുടെ അപേക്ഷ വെപ്പിച്ചു എന്തായാലും. പക്ഷേ പഠിക്കാൻ അവൻ തയ്യാറാകുന്നില്ല. അങ്ങനെ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ എന്നോട് വന്ന് പറഞ്ഞു, അമ്മേ ഞാൻ സപ്ലി എഴുതാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ അവനെയും കൂട്ടി ഇവിടെ വന്നിരുന്നു. ഇവിടെ വന്ന് തിരിച്ചു പോയ ആ സമയം അവൻ പറഞ്ഞു, അമ്മേ ഞാൻ സപ്ലി എഴുതാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അത് പിന്നെ 2 വർഷം പഠിച്ചിട്ട് പാസ്സാകാത്ത അവൻ വെറും 19 ദിവസം കൊണ്ട് അവൻ പഠിച്ച് 3 വിഷയത്തിനും 3 വിഷയത്തിനും നല്ല മാർക്ക് വാങ്ങി പാസ്സായി. ഇപ്പോൾ നഴ്സിംഗ് വിദ്യാർത്ഥിയായിട്ട് പഠനം തുടരുകയാണ്. അത് മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ മാതാവ് അതുപോലെ തന്നെ എനിക്ക് ഇതിനിടയ്ക്ക് ഒരു വലിയൊരു അസുഖം ഉണ്ടായി. പെട്ടെന്ന് നിന്ന നിപ്പിൽ എനിക്ക് മുഖമെല്ലാം ഒരു വശത്തേക്ക് കൂടിപ്പോയി, കൈക്ക് അനക്കാൻ വയ്യാണ്ടായി. ഏകദേശം ഒരു പാരലൈസ്ഡിൻ്റെ ഒരു ഭാഗത്തെത്തിയ ഒരു കണ്ടീഷനായിരുന്നു. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ MRI എടുക്കണമെന്ന് പറഞ്ഞു. ആകപ്പാടെ പേടിച്ചു പോയി. എന്താ ചെയ്യുക, എങ്ങനെയാണ് ഇത്, പാരലൈസ്ഡ് സ്ട്രോക്കാണോ എന്നുള്ള, മുഖമൊക്കെ ഒരു വശത്തേക്ക് പോയി, കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഉള്ള ഇത് MRIക്ക് കയറ്റി കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഭയങ്കരമായ ശ്വാസമുട്ടലുണ്ടായി. MRI പൂർത്തിയാക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്ന് സിസ്റ്റർമാരോട് ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ കാശ് രൂപമുണ്ട്, എനിക്കത് തരുമോയെന്ന് ചോദിച്ചു. അപ്പോൾ MRIക്ക് കയറ്റുന്ന സമയത്ത് യാതൊരു സാധനങ്ങളും പാടില്ല എന്നും പറഞ്ഞ് എൻ്റെ കഴുത്തിൽ നിന്ന് കൊന്ത, അതുപോലെ മാല, അതെല്ലാം ഊരിച്ചിരുന്നു. അപ്പോൾ അതിലുള്ള കാശ് രൂപ അവർ തരാൻ തയ്യാറായില്ല. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളതൊന്ന് തന്നേരെ, എൻ്റെ ഈ ഇതിൻ്റെ അടുത്തൊന്ന് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. ഉടനെ അതിലൊരു സിസ്റ്റർ പറഞ്ഞു, ചേച്ചി എടുത്തോ എന്നും പറഞ്ഞിട്ട് ആ കാശ് രൂപ എനിക്ക് തന്നു. ആ കാശ് രൂപ എടുത്ത് തന്നു. ഞാനത് എൻ്റെ അടുത്ത് തന്നെ വെച്ചു. പിന്നീട് ആ MRI എടുത്ത സമയത്തൊന്നും ഞാനൊന്നും അറിഞ്ഞില്ല. എനിക്ക് ശ്വാസമുട്ടലും വന്നില്ല. MRI എടുത്ത് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഫേസൽ പാൾസി എന്ന് പറയുന്ന അസുഖമാണ് എനിക്കുണ്ടായത്, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന്. അങ്ങനെ മാതാവ് വീണ്ടും എൻ്റെ ജീവിതത്തിലേക്ക് ഒരുപാട് അത്ഭുതങ്ങളുമായിട്ട് മാതാവ് എന്നെ സംരക്ഷിച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്ക് പല പ്രാവശ്യവും മാതാവിൻ്റെ സ്മെല്ല് വരുന്ന മുല്ലപ്പൂവിൻ്റെ മണം ഞങ്ങൾക്ക് 2 പേർക്കും ഒരുപോലെ അനുഭവപ്പെട്ടിട്ടുണ്ട്. പല സമയത്തും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്തും എല്ലാം. ഇപ്പം എടുത്തു പറയത്തക്ക ഒരു കാര്യം, ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരെക്കാട്ടിലും മുന്നിലായിട്ട് കൃപാസനത്തിൽ വരാനും കൃത്യമായിട്ടെല്ലാം ഓർത്തെടുത്ത് ഇന്ന ഡേറ്റിലാണെന്നും പറഞ്ഞ് വരാനായിട്ട് മുന്നിൽ നിൽക്കുന്ന ആൾ എൻ്റെ മോനാണ്. അന്ന് മുതൽ മോനിപ്പം നഴ്സിംഗ് വിദ്യാർത്ഥിയാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ പോകുന്നു. അപ്പം മാതാവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെറുതും വലുതുമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഉടനീളം പോകുന്നുണ്ട്. ഇപ്പം ഞാൻ ഉടമ്പടി പുതുക്കുമ്പം ഒരിക്കൽ പോലും ഞാൻ നിയോഗങ്ങളൊന്നും ഇപ്പോൾ എഴുതാറില്ല അങ്ങനെ. കാരണം
യേശുവും മാതാവും എപ്പോഴും എൻ്റെ കൂടെ വേണം, എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചിരിക്കുകയാണ്. യേശു എൻ്റെ കൂടെ ഉള്ളപ്പോൾ പിന്നെ ഞാൻ എന്തിനാ എൻ്റെ കാര്യങ്ങൾ പ്രത്യേകം എഴുതി വെക്കുന്നത്? ആ ഒരു ബോധ്യമുള്ളതുകൊണ്ട് ഞാൻ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ നിന്നും എടുത്ത് കളയരുതേ എന്ന് മാത്രമാണ്. ഈ 6 നിയോഗങ്ങളിലും കറങ്ങിത്തിരിഞ്ഞ് വരുമ്പോൾ പരിശുദ്ധാത്മാവിനെ കിട്ടണം എന്നുള്ളത് മാത്രമാണ് ലാസ്റ്റ് എനിക്ക് വരുന്നത്. അങ്ങനെ പിന്നെ ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞാൽ പ്രേക്ഷിത പ്രവർത്തനം, പത്രം കൊടുക്കാൻ പോകും. ഞങ്ങൾ 2 പേരും കൂടെ പത്രം കൊടുക്കാൻ പോകാറുണ്ട്. പത്രം കൊടുത്ത് ബൈക്കിൽ പോയി ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളും പിന്നെ നടന്നു പോയും ഒക്കെ പത്രം കൊടുക്കുന്നുണ്ട്. പിന്നെ പത്രം കൊടുക്കുമ്പോൾ ഞങ്ങൾ ഓരോരുത്തരോടും പറഞ്ഞാണ് കൊടുക്കുന്നത്. മാതാവിനെ കൃപാസനം പള്ളി മാതാവിൻ്റെ അത്ഭുതങ്ങളും മാതാവ് നമുക്ക് തന്ന അനുഗ്രഹങ്ങളും എല്ലാം പറഞ്ഞിട്ടാണ് പത്രം കൊടുക്കാറ്. ചിലർ വാങ്ങാറില്ല, ചിലർ വാങ്ങും. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പം പത്രം ഇങ്ങനെ അലക്ഷ്യമായിട്ടിട്ടിരിക്കുന്നത് കാണുമ്പോൾ ഞാൻ അതും എടുത്തുകൊണ്ട് പോരാറുണ്ട്. അതും എടുത്തുകൊണ്ട് വന്ന് വേറെടുത്ത് പത്രം കൊടുക്കാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞാൽ ഞാൻ ഓൾഡ് ഏജ് ഹോമിലൊക്കെ പോയി അവർക്ക് ഫിസിയോതെറാപ്പി ആവശ്യമുള്ളവർക്ക് ഫ്രീ ആയിട്ട് ഫിസിയോതെറാപ്പി ചെയ്തു കൊടുക്കുകയും അതുപോലെ തന്നെ അവിടുത്തെ ഓൾഡ് ഏജ് ഹോമിൻ്റെ മുറ്റം അടിച്ചു കൊടുക്കുകയും അമ്മമാരെ പരിചരിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഫുഡ് അവർക്ക് ആവശ്യമായ നമുക്കുള്ളതുപോലെ ഉള്ളതിൻ്റെ ഒരു ഓഹരി എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ വണ്ടിക്കൂലി ഇല്ലാതെ പഠിക്കാനായിട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ട് നിൽക്കുന്ന പിള്ളേരെ കണ്ടുപിടിച്ച് തെരഞ്ഞു പിടിച്ച് ഞാൻ അവരെ സഹായിക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം ആ ഒരു വക്കിൽ നിന്നാണ് മാതാവ് കരകയറ്റിയത്. അതുകൊണ്ട് ഞാൻ അത്തരത്തിലുള്ള പിള്ളേരെ തെരഞ്ഞു പിടിച്ച് ഞാൻ അവരെ സഹായിക്കാറുണ്ട്. ഇപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ പ്രാർത്ഥന ചെല്ലുന്ന, ഉടമ്പടി പ്രാർത്ഥനയൊക്കെ ചെല്ലുന്ന ഞങ്ങളെല്ലാവരും കൂടെ കൂടിയാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, എല്ലാവരും. അപ്പോൾ എനിക്ക് ഉടമ്പടി പുതുക്കാൻ വരുന്നതിനും അതിന് എല്ലാവരും സപ്പോർട്ടും സഹായവും ആയിട്ട് നിന്ന് എല്ലാവരും കൂടെ കൂടിയാണ് അതിന് അവസരം ഒരുക്കി തരുന്നതും. ഞങ്ങൾ ഒരേ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ തന്നെ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എന്നും ഞങ്ങൾ ഇതുപോലെ തന്നെ മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും ഒപ്പം ഞങ്ങളും കൂടെ ഉണ്ടായിരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ നിർത്തും. 18-ാം സങ്കീർത്തനം 35-ാം തിരുവചനം. എനിക്ക് രക്ഷയുടെ പരിചയം നൽകി, അവിടുത്തെ വലത്തുകൈ എന്നെ താങ്ങി നിർത്തി, അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. എൽസമ്മ എന്ന ഈ സഹോദരി മകനോടൊപ്പം വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യമേറ്റ് പറയുമ്പോൾ ഉടമ്പടി വളരെ നിസ്സാരമായിട്ടാണ് ഈ അമ്മ കരുതിയിരുന്നത്. കാരണം ഉടമ്പടി കാശ് രൂപത്തിൻ്റെയോ നേർച്ച വസ്തുക്കളുടെയോ ഉപയോഗം കൃത്യമായി അറിയാതെ എന്തുകൊണ്ടോ അവിടെ ആദ്യമായി നാം കേൾക്കുന്ന ഉടമ്പടി ക്ലാസ് പലരും സീരിയസ് അല്ല എന്ന് മറ്റുള്ള ധ്യാനങ്ങൾ കേൾക്കുന്നത് പോലെ ഇരുന്ന് കേൾക്കുന്നത് കൊണ്ട് ചില കാര്യങ്ങളുടെ എല്ലാം സീരിയസ്നെസ് മനസ്സിലാകാതെ പോയതുകൊണ്ടാണ് ആദ്യത്തെ ഇൻസെൻറ്റീവ് ഗിഫ്റ്റ് എൽസമ്മയ്ക്ക് കിട്ടിയത്. ഒരു ആക്സിഡൻറ്റിൽ കാശുരൂപം എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, പരിശുദ്ധ അമ്മ കൂടെ നടക്കുന്ന സഞ്ചാരി മാതാവാണെന്നുള്ള വലിയ ഇൻസെൻറ്റീവ് ഗിഫ്റ്റ്, ഒരു അനുഗ്രഹം അമ്മയ്ക്ക് കിട്ടിയതായി ഇവിടെ ഏറ്റുപറയുകയാണ്. നമുക്ക് പലർക്കും ഉണ്ടാകുന്ന ഒരു അപകടം അതാണ്. അവിടെ ഇരുന്ന് പറയുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാതെ ഇവിടെ എന്താണെന്ന് ചിലർ ആദ്യമായി ഉടമ്പടി എടുത്ത് ഉഴപ്പുന്നവരെല്ലാം പറയും, അവിടെ എനിക്ക് പോയിട്ടൊന്നും മനസ്സിലായില്ല. പക്ഷേ അമ്മയെ തിരിച്ചു പിടിച്ച ഒരു വലിയ അത്ഭുതത്തിൻ്റെ സാക്ഷ്യമാണിത്. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ കൂടെ നടന്ന ഒരു വലിയ അനുഭവം അവർക്കുണ്ടായി. 18 വർഷമായിട്ട് അവരുടെ നഴ്സിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് കാണാതായപ്പോൾ പരിശുദ്ധ അമ്മ തന്നെ അതിനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടാക്കി അവർക്ക് ആ സർട്ടിഫിക്കറ്റ് കയ്യിലെത്തിച്ചു കൊടുത്തതിൻ്റെ ആ ഒരു എപ്പിസോഡ് നമ്മൾ കേൾക്കുകയായിരുന്നു. പരിശുദ്ധ അമ്മ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വളരെ സമയച്ചുരുക്കത്തിലാണ് ഉടമ്പടി എടുത്ത് വളരെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവരുടെ നോട്ട് ബൈ മെറിറ്റ് ആ സർട്ടിഫിക്കറ്റ് തിരിച്ചു കിട്ടാൻ യാതൊരു സാധ്യതയുമില്ല. പക്ഷേ ഈശോയുടെ കൃപയാലാണ്, ഈശോ തന്നെയാണ് അവർക്ക് ആ സർട്ടിഫിക്കറ്റ് കൊടുത്തത് എന്ന് അമ്മ ഏറ്റു പറയുന്നു. അതിലൂടെ അവരുടെ ജീവിതത്തിൻ്റെ വലിയ സങ്കടം, മകന് സ്കൂളിൽ പോകാൻ ഒരു വണ്ടിക്കൂലി കൊടുക്കാൻ പൈസയില്ലാതിരുന്ന അവസരത്തിൽ എനിക്കൊരു ജോലി തരണമേ, ഒരു ചെറിയ ജോലി തരണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കരഞ്ഞപ്പോൾ ആ ഒരു പ്രൊഫഷൻ തന്നെ അമ്മ ഒരു പൂ ചോദിച്ചപ്പോൾ പൂക്കാലം കൊടുത്ത ഈശോയുടെ സ്നേഹത്തെക്കുറിച്ചാണ് അമ്മ പറഞ്ഞത്. വീണ്ടും ഒരു നല്ല ഹോസ്പിറ്റലിലേക്ക് ജോലിക്ക് പോകാനായി അമ്മയ്ക്ക്. അതുപോലെ തന്നെ ആ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ, ആയുർവേദ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമ്പോൾ പെട്ടെന്ന് ഈ മരുന്നാണ് നിനക്ക് കൊടുക്കേണ്ടതെന്ന് അമ്മ കൈപിടിച്ച് നടത്തുന്ന ഒരു വലിയ അനുഭവമാണ് എൽസമ്മയ്ക്ക് ഈ സാക്ഷ്യത്തിലൂടെ ഏറ്റു പറയാനുള്ളത്. മാതാവിൻ്റെ ഓരോ പുഞ്ചിരിയിലും നീ എന്തർത്ഥമാക്കുന്നു എന്ന് മനസ്സിലാകാതിരുന്നപ്പോൾ അടുത്ത നിമിഷം തന്നെ അമ്മയുടെ പുഞ്ചിരി എന്തായിരുന്നു, മകൻ്റെ
ആ സപ്ലിമെൻ്ററി തോറ്റുപോയി, ഇനി അവന് ഒരിക്കലും ജയിക്കാൻ സാധ്യതയില്ല, അവൻ ജയിക്കില്ലല്ലോ, മകനെക്കുറിച്ചുള്ള വലിയ സങ്കടത്തിലിരുന്നപ്പോഴാണ് പരിശുദ്ധ അമ്മയുടെ പുഞ്ചിരിയുടെ അർത്ഥം മനസ്സിലായത്. 19 ദിവസം കൊണ്ട് 3 പരീക്ഷയും ഒരുമിച്ച് എഴുതി പാസ്സാകാനുള്ള, സപ്ലിമെൻ്ററി എഴുതിയെടുക്കാനുള്ള അമ്മയ്ക്ക് മകനെ അതിനുള്ള അനുഗ്രഹം നൽകി. അത് അമ്മയുടെ കരഞ്ഞുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണെന്ന് അമ്മയോട് ഏറ്റുപറയുകയാണ്. കാശുരൂപത്തിൻ്റെ ശക്തി അമ്മ വീണ്ടും പറയുന്നത് സ്കാനിങ്ങിന് പോയപ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണ്. കാശുരൂപം നമുക്കറിയാം, അമ്മ തന്നെയാണ് നമ്മോടുകൂടെ നടക്കുന്നത്. ഉടമ്പടിയിൽ ദൈവസ്നേഹവും ദൈവാശ്രയവും വളരും, പക്ഷേ ആശങ്കയും നിരാശയും കൂടെ നിൽക്കും എന്ന് നമുക്കറിയാം. കാരണം സ്നേഹം സർവ്വതും അതിജീവിക്കുന്നു. ഇതൊരു ഒക്കേഷണൽ റിലേഷൻ അല്ല ഒട്ടും തന്നെ. കാരണം ഇത് ഈ ഉടമ്പടി ജീവിതം, ഇന്നത്തെ ഈ പ്രാർത്ഥന കഴിഞ്ഞാൽ ഇനി അടുത്ത ആവശ്യത്തിന് മാത്രം പ്രാർത്ഥിക്കുന്നതല്ല, അതൊരു നിത്യതയിലേക്ക് നടന്നെടുക്കാനുള്ള ഓരോ സ്റ്റെപ്പാണെന്ന് ഇവർക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിൻ്റെ കൂടെ വരും. ദൈവത്തിൻ്റെ ആ വാക്കിൻ്റെ മുന്നിലും പിന്നിലും നമ്മോട് പിരിയാത്തൊരു ഹൃദയമുണ്ടെന്ന് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. സമയം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ദൈവരാജ്യം പ്രഘോഷിക്കാൻ സാധിക്കുന്നവർക്ക് ലഭിക്കുന്ന ഗ്രേഡ് ഈശോയോട് അടുത്ത് നിൽക്കാൻ സാധിക്കുന്നു എന്നതാണ്. ഇവർക്കിപ്പോൾ പരിശുദ്ധ അമ്മയോടും ഈശോയോടും അടുത്ത് നിൽക്കാൻ സാധിക്കുന്ന ഒരു ചങ്ക് പിളരുന്ന ഒരു വലിയ ദൈവസ്നേഹം അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മിൽ നിന്ന് പിരിയാൻ മനസ്സില്ലാത്ത ഒരു ദൈവം, നമ്മെ പിരിയാത്ത ദൈവവും ഞാനും ഒന്നിച്ച് കരയുന്ന ദൈവാനുഭവം എന്നൊക്കെ ഈ മകളുടെ സാക്ഷ്യത്തിനെ നമുക്ക് വിലയിരുത്താം. എൽസമ്മയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അമ്മയ്ക്കും തിരുക്കുമാരും 1000 നന്ദി. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി മാറിയതിന് 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ബ്ലേസി ഷീജ. ഞാൻ കൊല്ലം അഴീക്കിൽ നിന്ന് വരികയാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 നവംബർ 11-നാണ്. പിന്നീട് അത് കഴിഞ്ഞ് ഞാൻ പുതുക്കാൻ വന്നിട്ടില്ല. പക്ഷേ എങ്കിൽ തന്നെയും ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ച് എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ തരികയുണ്ടായി. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഈ ഇടത് വിരലിൻ്റെ തള്ളവിരൽ ഫംഗൽ ഇൻഫെക്ഷൻ കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ തിരുവല്ല ബിലീവേഴ്സിൽ ചെന്ന് ഡെർമറ്റോളജിയെ കണ്ടപ്പോൾ അവർ പറഞ്ഞ് കൈ നല്ലതുപോലെ സൂക്ഷിക്കണം. അവരൊരു നെയിൽ പോളിഷ് 900 രൂപ വിലയുള്ള തന്നു ഇടാനായിട്ട്. എന്നിട്ട് എപ്പോഴും അത് വിരൽ ക്ലീൻ ചെയ്ത് ഗ്ലൗസ് ഉപയോഗിച്ച് ജോലികളൊക്കെ ചെയ്യാനും വിരൽ 2 നേരവും വൃത്തിയായി ഓയിൽമെൻറ്റൊക്കെ ഇടാനും പറഞ്ഞു. പക്ഷേ എനിക്കതൊരു ബുദ്ധിമുട്ടായിരുന്നു എപ്പോഴും ജോലി ചെയ്യുന്ന അവസ്ഥയിൽ. അങ്ങനെ സഹായത്തിന് എൻ്റെ ഹസ്ബൻഡായിരുന്നു പാത്രങ്ങളൊക്കെ കഴുകി തരുന്നതും. അപ്പോൾ എനിക്കത് ഒന്നുകൂടെ ഒരു ബുദ്ധിമുട്ടായി തോന്നി. അങ്ങനെ ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഈ നെയിൽ പോളിഷ് മാറ്റിയിട്ട് ഞാൻ വെഞ്ചരിച്ച തൈലം ഇടുകയുണ്ടായി. പെട്ടെന്ന് തന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് ആ വിരലിന് മാറ്റം ഉണ്ടായി. പിന്നീട് ഞാൻ ആ നെയിൽ പോളിഷെല്ലാം എടുത്ത് മാറ്റിക്കൊണ്ട് ഞാൻ ആ തൈലം ഇട്ട് ഇന്ന് പൂർണ്ണ സൗഖ്യം എനിക്ക് പ്രാപിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് എൻ്റെ ഭർത്താവിൻ്റെ അസുഖം, കുടലിന് ചെറിയ ചെറിയ കുരുപ്പുകളുണ്ടായിട്ട് ഡോക്ടറിനെ ചെന്ന് കണ്ടപ്പോൾ ഇത് സൂക്ഷിക്കണമെന്നും, അപ്പോൾ ആ സാക്ഷ്യം എൻ്റെ ഹസ്ബൻഡ് പറയുന്നതായിരിക്കും. ഈശോയ്ക്കും ഇവിടെ പരിശുദ്ധ അമ്മയ്ക്കും കോടാനകോടി നന്ദി അറിയിപ്പിക്കുന്നു. എൻ്റെ പേര് ചാർലി മെൻഡസ്. അഴീക്കൽ കൊല്ലം രൂപതയിൽ നിന്ന് വരുന്നു. ഞാൻ ഇവിടെ സാക്ഷ്യം പറയുന്നത്, എൻ്റെ കുടലിന് കുരുപ്പുകളുണ്ടായിരുന്നു. ആദ്യമേ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഒന്ന് മെഡിസിൻ തന്നു നോക്കാം. പിന്നെ രണ്ടാമത് ഓപ്പറേഷന് തയ്യാറായി. എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി. അത് കഴിഞ്ഞ് ഓപ്പറേഷൻ തിയേറ്ററിൽ മയക്കുമരുന്ന് ഡോക്ടർ വരുന്നതിന് മുമ്പായി ഒന്നും കൂടെ ഡോക്ടർ എന്നെ ഒരു ചെക്കപ്പ് ചെയ്തു. പെട്ടെന്ന് തന്നെ ഡോക്ടർ പറഞ്ഞു, ഒന്നിൻ്റെയും കാര്യമില്ല, നിങ്ങൾ പൂർണ്ണ സൗഖ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ അപ്പോഴത്തന്നെ അവിടെ നിന്ന് തിരിച്ചു വിടുകയും ചെയ്തു. പക്ഷേ ഇത് ഞാൻ തിയേറ്ററിലേക്ക് ചെല്ലുമ്പോൾ പല സ്ഥലത്തും തിയേറ്ററുകളിൽ ആളുകളെ ഓപ്പറേഷൻ ചെയ്യുന്നവരെ മാറ്റി മാറ്റി കിടത്താറുണ്ട്. അങ്ങനെ കിടന്ന കൂട്ടത്തിൽ മലന്ന് കിടക്കുമ്പോൾ പരിശുദ്ധ അമ്മ
എൻ്റെ മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെട്ട പോലെ ഒരു വെളിച്ചം ഞാൻ കണ്ടു. അപ്പോൾ ഡോക്ടർ വരികയും ഈ സംഭവങ്ങൾ നടക്കുകയും എല്ലാം ഒരുപോലായിരുന്നു. ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ അൽത്താരയിൽ ഒരു സാക്ഷ്യം പറയുവാനാണ് എനിക്ക് അവസരമുണ്ടാക്കി തന്ന പരിശുദ്ധ അമ്മയോടും തിരുക്കുമാരനോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. ഞാൻ ഇവിടെ ഈ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ 18 വർഷം ഇവിടെ ജോലി ചെയ്ത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ദിവസം പോലും ഇവിടെ തിരിഞ്ഞു വരാൻ എൻ്റെ മനസ്സ് വന്നിട്ടില്ല. അപ്രത്യക്ഷമായിട്ടുള്ള നിമിഷത്തിൽ ഞാൻ എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ടായിരുന്നു, അവളുമായി സംസാരിക്കുന്ന സമയത്ത് നാളെ ഞാൻ കൃപാസനത്തിൽ പോവുകയാണ്. അപ്പോൾ ഉടനെ തന്നെ ഞാൻ പറഞ്ഞ് ഞാനും വരുന്നുണ്ട്, നീ എപ്പോൾ വരും എന്ന് ചോദിച്ചു. ആ അടിസ്ഥാനത്തിൽ അവൾ അന്ന് ടോക്കൺ എടുത്തു കഴിഞ്ഞ് ഞാനിവിടെ വന്നു, അച്ഛനെ കണ്ടു, ഉടമ്പടി എടുത്തു, എങ്ങനെ ഞങ്ങൾ പോവുകയായിരുന്നു. പക്ഷേ ഒരിക്കൽ പോലും എനിക്ക് 18 വർഷം ഞാൻ ഈ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ ജോലി ചെയ്തിട്ട് പോലും എനിക്ക് വരാൻ മനസ്സ് വന്നിട്ടില്ല. 2019 മെയ് 21 ഞാൻ പെൻഷൻ പോയി. അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞാണ് ഞാൻ ഈ കൃപാസനത്തിൽ കാലുകുത്തുന്നത്. 11/11/2023 ഞങ്ങളിവിടെ ആദ്യമായിട്ട് വരുന്നത്. ഞാനും എൻ്റെ വൈഫും കൂടാണ് വന്നത്. മകളന്ന് പഠിക്കുകയായിരുന്നു, ഉക്രൈനിൽ പഠിക്കുകയായിരുന്നു. പക്ഷേ മകൾ വന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ ഉടമ്പടി എടുത്തു, ഞങ്ങളുടെ മകളുടെ എല്ലാ കാര്യങ്ങളും സാധിച്ചു തന്നു. അതിനുശേഷം FMG പരീക്ഷ എഴുതുവാൻ എൻ്റെ മകൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ കണ്ണിൻ്റെ ഓപ്പറേഷൻ ചെയ്തു, അതും പൂർണ്ണ സൗഖ്യത്തോടു കൂടി വന്നു. എൻ്റെ കണ്ണിൻ്റെ ഓപ്പറേഷൻ കാരണമാണ് ഞങ്ങളല്ലെങ്കിൽ FMG പരീക്ഷയുടെ റിസൾട്ട് വരുന്നത് മാതാവ് പ്രത്യക്ഷപ്പെട്ട അതേ ദിവസം 7-ാം തീയതി 2:30 മണിക്കാണ് ഈ റിസൾട്ട് അറിയുന്നത്. ആ ദിവസം ഞങ്ങൾക്ക് വലിയ സന്തോഷമായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൃപ ചൊരിഞ്ഞ ഈ ഭൂമിയിൽ ആരമ്മയെ മുട്ടിപ്പായി വിളിച്ചാലും അവർക്ക് പൂർണ്ണ സൗഖ്യവും പൂർണ്ണ ഉത്തരവും കിട്ടും. ഞങ്ങൾക്ക് പലമാതിരി അനുഭവങ്ങൾ ഞങ്ങളിലുണ്ടായി. പക്ഷേ ഞങ്ങളുടെ വീട്ടിൻ്റെ കുടുംബ ഭദ്രതയും എനിക്ക് ആകെയുള്ള ഇതൊരു മകളാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു കുഴപ്പവും ഇന്ന് വരെ വന്നിട്ടില്ല. എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ പരിശുദ്ധ അമ്മയുടെ ഒരു ഭക്തനാണ് ഞാൻ. എൻ്റെ മോടെ ആദ്യ അക്ഷരം എഴുതിക്കുന്നതും വള്ളാർവടം മുത്തിയമ്മയുടെ അടുത്താണ്. അങ്ങനെ പരിശുദ്ധ അമ്മയിൽ നിന്ന് ഞാൻ 83 ഞാൻ പട്ടാളത്തിൽ പോയി. 18 കൊല്ലം അവിടെ നിന്ന് സർവീസ് ചെയ്ത് വന്നപ്പോൾ ശേഷമാണ് ഞാൻ പോലീസിൽ ചേരുന്നത്. എല്ലാം പരിശുദ്ധ അമ്മയുടെ കൃപ കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാറിനും 1000 നന്ദികൾ നമിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവ തിരുക്കുമാരനും ത്രിത്വൈക ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തിയതിനും 1000 നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് അമല ചാർലി. ദൈവകൃപയാൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ അമല ചാർലി എന്ന പേരിന് മുൻപിൽ പ്രിഫിക്സായി ഡോക്ടർ എന്നൊരു പ്രിഫിക്സ് അമ്മയുടെ മാധ്യസ്ഥത്താൽ എനിക്ക് കിട്ടി. ഞാൻ കൊല്ലം അഴീക്കൽ സെൻറ്റ് സെബാസ്റ്റ്യൻ ഇടവക അംഗമാണ്. ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുന്നത് 2025 ഓഗസ്റ്റ് 28 ഞാൻ ഉടമ്പടിയിൽ വച്ചിരുന്ന എൻ്റെ നിയോഗമെന്ന് പറയുന്നത് എൻ്റെ FMG എക്സാമാണ്. ഞാനൊരു ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റാണ്. ഞാൻ പഠിച്ചത് യുക്രൈനിലായിരുന്നു. യുക്രൈനിലെ വാർ കാരണം ബാക്കി എൻ്റെ ഫർദർ 2 ഇയേഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത് ജോർജിയയിലാണ്. ശേഷം ഞാൻ ഇവിടെ നാട്ടിൽ വന്നു. FMG എക്സാമിന് പ്രിപ്പയർ ചെയ്തു. ആദ്യത്തെ 2 അറ്റംപ്റ്റ് ഞാൻ കൊടുത്തു, എനിക്ക് കിട്ടിയില്ല. 3ാമത്തെ അറ്റംപ്റ്റിന് മുൻപായി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. അതിനു മുന്നേ തന്നെ എൻ്റെ മമ്മി ഉടമ്പടിയിലായിരുന്നു. എന്നിരുന്നാൽ പോലും ഞാൻ ഉടമ്പടി ആ സമയത്ത് ഞാൻ സ്വന്തമായി എടുക്കണമെന്ന് വിചാരിച്ചില്ല. മൂന്നാമത്തെ അറ്റംപ്റ്റ് കിട്ടിയില്ല. അതിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ വന്ന് ഉടമ്പടി എടുക്കാം. അങ്ങനെ വന്ന് ഉടമ്പടി എടുത്തു. പക്ഷേ അതെനിക്ക് കംപ്ലീറ്റായിട്ട് പാലിക്കാനുള്ള സാഹചര്യം എനിക്കില്ലായിരുന്നു. ക്ലാസ്സിൻ്റെ ടൈമിൻ്റെ പ്രശ്നവും കാരണമൊക്കെ എനിക്ക് ഡെയിലി കുർബാനയിലൊന്നും പങ്കെടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ എക്സാമിൻ്റെ ഡേറ്റ് വന്നു, എക്സാം കൊടുത്തു. പക്ഷേ 3rd അറ്റംപ്റ്റും എനിക്ക് കിട്ടിയില്ല. 1 മാർക്കിന് പോയി. 150 വേണമായിരുന്നു, 149 മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. ഞാൻ 1 മാർക്കിന് ഫെയിലായിപ്പോയി.
അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എൻ്റെ ഉടമ്പടിയുടെ 2ാമത്തെ പുതുക്കലിൻ്റെ സമയമായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും ഇവിടെ വന്നു ഉടമ്പടി പുതുക്കി. ആ ഒരു ടൈമിൽ ഞാൻ ജോയിൻ ചെയ്ത ആ ഒരു ക്ലാസ്സിൻ്റെ ടൈമിങ്ങും അവർ എനിക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലോട്ട് മാറ്റി. പണ്ട് രാത്രി 11 മണിക്കിട്ടിരുന്ന എക്സാം അവർ നേരത്തെ റീഷെഡ്യൂൾ ചെയ്ത് വൈകുന്നേരം 7 മണിക്കാക്കി. അതുകൊണ്ട് എനിക്ക് നേരത്തെ തന്നെ എക്സാമിൻ്റെ അറ്റംപ്റ്റ് ചെയ്ത് അത് റിവ്യൂ ചെയ്ത് എനിക്ക് നേരത്തെ തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് കിടക്കാനും പിറ്റേന്നുള്ള ദിവ്യബലിക്ക് നേരത്തെ തന്നെ പോകാനും വേണ്ടിയുള്ളൊരു സാഹചര്യം തന്നെ മാതാവ് തന്നെ ഒരുക്കിയതുപോലെ എനിക്ക് തോന്നി. അങ്ങനെ എക്സാമിൻ്റെ ഡേറ്റ് 4th അറ്റംപ്റ്റിൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്തു. ജൂൺ 28-നായിരുന്നു. കഴിഞ്ഞ എക്സാം എല്ലാം സാറ്റർഡേയ്സിലായിരുന്നു വന്നിരുന്നത്. എന്നാൽ ഈ പ്രാവശ്യത്തെ എക്സാം വന്നത് സൺഡേയിലായതുകൊണ്ട് തന്നെ എക്സാമിൻ്റെ 2 days ബിഫോറാണ് നമുക്ക് ഹോൾ ടിക്കറ്റ് കിട്ടുന്നത്. ഹോൾ ടിക്കറ്റ് എനിക്ക് വ്യാഴാഴ്ച എൻ്റെ മെയിലിൽ ഹോൾ ടിക്കറ്റ് വന്നു. അതിൻ്റെ പ്രിൻ്റ് ഔട്ട് ഞാൻ എടുത്തു. വെള്ളിയാഴ്ച ജോസഫ് അച്ഛനെ കാണാനായിട്ട് ഞാനിവിടെ വന്നു. അച്ഛൻ്റെ ബ്ലെസ്സിങ്ങും സൈത്ത് പൂശി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ഹോൾ ടിക്കറ്റൊക്കെ അച്ഛൻ ബ്ലെസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞായറാഴ്ചയായിരുന്നു എക്സാമെങ്കിലും ഞങ്ങൾക്ക് 7 മണിക്ക് തന്നെ എക്സാം ഹാളിൽ റിപ്പോർട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് തലേ ദിവസം തന്നെ ഞങ്ങൾ എക്സാം സെൻറ്റർ, എനിക്ക് കോട്ടയത്തായിരുന്നു സെൻറ്റർ കിട്ടിയത്. കോട്ടയത്ത് ഞങ്ങൾ പോയി. ഞങ്ങളൊരു ആൻറ്റിയുടെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അന്ന് വൈകുന്നേരം അവിടെ ചെന്ന സമയത്ത് ആൻറ്റി ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് അവിടുത്തെ ജംഗ്ഷനിൽ വന്നപ്പോൾ ആൻറ്റി തന്നെ ചോദിച്ചു, അവിടെ മണർകാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, അവിടെ മണർകാട് മാതാവിൻ്റെ പള്ളിയുണ്ട്, അവിടെ പോകണമെന്ന് ഞങ്ങളോട് ഇങ്ങോട്ട് തന്നെ ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ ആ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം രാവിലെ എക്സാമിൻ്റെ സെൻറ്ററിലോട്ട് പോയി. സെൻറ്ററിൽ പോയി എനിക്ക് കൈയുടെ ഫിംഗർ പ്രിൻറ്റ് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ഒരു വിധത്തിൽ ഫിംഗർ പ്രിൻറ്റ് കിട്ടത്തില്ല. അങ്ങനെ എൻ്റെ 3rd അറ്റംപ്റ്റിന് എനിക്ക് ഫിംഗർ പ്രിൻറ്റ് കിട്ടാത്തത് കൊണ്ട് എൻ്റെ ഒരു 50 above ക്വസ്റ്റ്യൻസ് എനിക്ക് മിസ്സായി പോയായിരുന്നു അന്ന്. അപ്പം ഞാൻ ഇപ്പോൾ മാതാവിൻ്റെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു, മാതാവ് എക്സാമിൻ്റെ ടൈമിൽ ക്വസ്റ്റ്യൻസ് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും അതിൻ്റെ ഇടയ്ക്ക് ഉള്ള ഈ ഫിംഗർ പ്രിൻറ്റ് കിട്ടാതെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ലേ. അതിന് മുന്നത്തെ അറ്റംപ്റ്റിൽ എൻ്റെ കമ്പ്യൂട്ടർ സിസ്റ്റം ഫുൾ ഓഫായി പോയായിരുന്നു. അങ്ങനെ ഒരു ടൈം ലാഗ് എനിക്ക് ഒരു 10 മിനിറ്റോളം എനിക്കിങ്ങനെ ടൈം ലാഗ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പോയ ടൈം നമുക്ക് പിന്നെ തിരിച്ചവർ തരത്തില്ല. എല്ലാ ക്വസ്റ്റ്യനും 1 മിനിറ്റ്, 300 ക്വസ്റ്റ്യനാണ്. ഓരോ ക്വസ്റ്റ്യനും 1 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ആ ക്വസ്റ്റ്യൻസ് പോയി കഴിഞ്ഞാൽ നമുക്കത് ഫർദറായിട്ട് ചെന്ന് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത്ര ടൈറ്റായിട്ടുള്ള ഇതാണ്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചത് ആ എക്സാമിൻ്റെ ടൈമിൽ മാതാവ് സമയത്തിൻ്റെ അധികാരിയാണല്ലോ, ആ ടൈമിൽ ഇതിൻ്റെ ഫർദറായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എനിക്ക് സമാധാനത്തോടെ എക്സാം ഫുൾ അറ്റൻഡ് ചെയ്യാൻ പറ്റണമെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. അങ്ങനെ ഞാൻ എക്സാം ഹാളിന് വെരിഫിക്കേഷന് ചെന്നു. കുഴപ്പമൊന്നുമില്ല. അത് ആദ്യത്തെ ഫിംഗർ പ്രിൻറ്റ് ബയോമെട്രിക് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി. ഞാൻ എക്സാമിൻ്റെ സിസ്റ്റത്തിന് മുന്നിൽ വന്നിരുന്നു. എക്സാമിൻ്റെ ഇടയ്ക്കും പിന്നെ അവർ ഫിംഗർ പ്രിൻറ്റ് വെരിഫിക്കേഷന് വരും. അപ്പം 2 മൊഡ്യൂളായിട്ടാണ് ഞങ്ങൾക്ക് എക്സാം നടത്തുന്നത്. രാവിലെ 9 സ്റ്റാർട്ട് ചെയ്ത് വൈകിട്ട് 4:30 വരെയാണ് ഞങ്ങൾക്ക് എക്സാം ഉള്ളത്. ആദ്യത്തെ മൊഡ്യൂളിലും എക്സാമിൻ്റെ ഇടയ്ക്കും ഫിംഗർ പ്രിൻറ്റിന് വന്നപ്പോൾ ഒന്നും കുഴപ്പമില്ലാതെ ഫിംഗർ പ്രിൻ്റൊക്കെ കിട്ടി. അത് കഴിഞ്ഞ് ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് 2nd മൊഡ്യൂളിന് കയറിയപ്പോഴും ആദ്യത്തെ ബയോമെട്രിക് വെരിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് കിട്ടി, കുഴപ്പമൊന്നുമില്ലായിരുന്നു. 2ാമത്തെ മൊഡ്യൂൾ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ അത് രണ്ടാമത് പിന്നെ എക്സാമിൻ്റെ ഇടയ്ക്ക് ഫിംഗർ പ്രിൻ്റ് എടുക്കാനായിട്ട് വന്നപ്പോൾ ആദ്യം വെച്ച പാറ്റേണിൽ തന്നെ നമുക്ക് ഫിംഗർ പ്രിൻ്റ് കിട്ടണം. അതെനിക്ക് കിട്ടുന്നേ ഇല്ല, ആ പാറ്റേൺ കിട്ടുന്നില്ലായിരുന്നു. അപ്പം ഞാൻ പിന്നെയും ഒന്ന് സ്ട്രെസ്സായി, ഈ ഫിംഗർ പ്രിൻറ്റ് കിട്ടിയില്ലെങ്കിൽ പിന്നെയും അത്രയും ടൈം പോകുമല്ലോ എന്ന് വിചാരിച്ച്. പക്ഷേ ആ സമയത്ത് എൻ്റെ ഫിംഗർ പ്രിൻ്റ് എടുക്കാനായിട്ട് ഒരു ആൻറ്റി ആയിരുന്നു വന്നത്. അപ്പോൾ ആൻറ്റി ആദ്യം കുറച്ച് നോക്കി, ഫിംഗർ പ്രിൻറ്റ് കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ ആൻറ്റി തന്നെ എന്നോട് പറഞ്ഞു, മോള് ടൈം കളയണ്ട, എക്സാം അറ്റംപ്റ്റ് ചെയ്തോ, ഞാൻ കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് ഒന്നുകൂടെ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആൻറ്റി കുറച്ച് കഴിഞ്ഞ് എൻ്റെ അടുത്ത് വന്നിട്ട് അപ്പം ഞാൻ ഫിംഗർ എടുത്ത് വെക്കാനായിട്ട് പോയപ്പോൾ ആൻറ്റി പറഞ്ഞു, നീ എക്സാം അറ്റംപ്റ്റ് ചെയ്തോ, ഞാൻ തന്നെ നിൻ്റെ ഫിംഗർ മാറ്റി മറിച്ചുമൊക്കെ വെച്ച് നോക്കിക്കോളാമെന്ന് പറഞ്ഞ് എൻ്റെ ഫിംഗർ എടുത്ത് ആൻറ്റി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അലൈൻമെൻറ്റൊക്കെ മാറ്റി വെച്ച് ഒരു 10 മിനിറ്റിനുള്ളിൽ ആ ഫിംഗർ പ്രിൻറ്റ് കിട്ടി. ഞാൻ ആ സമയത്ത് എക്സാം അറ്റൻഡ് ചെയ്യുമായിരുന്നു, ഞാൻ ബോധറേ അല്ലായിരുന്നു. കാരണം ആ ആൻറ്റി തന്നെ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ് ആ ഫിംഗർ പ്രിൻറ്റ് ആ ആൻറ്റി തന്നെ എടുത്തു. അങ്ങനെ
ആ ഒരു ടൈമിൽ മാതാവിൻ്റെ ഇടപെടലുണ്ടായതാണെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അത് കഴിഞ്ഞ് എക്സാം ഭയങ്കര ടഫായിരുന്നു. ഈ പ്രാവശ്യം അവർ എല്ലാ പ്രാവശ്യവും PG ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഞങ്ങളോട് ചോദിക്കാറുള്ളത്. എന്നിരുന്നാൽ പോലും ഈ പ്രാവശ്യം അവർ ഒരു മുന്നറിയിപ്പുമില്ലാതെ കംപ്ലീറ്റ് എക്സാമിൻ്റെ പാറ്റേൺ വരെ മാറ്റിക്കളഞ്ഞു. ഒരു വീഡിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കുറേ ഉണ്ടായിരുന്നു, ഡിസ്ക്രിപ്ഷൻസ് ഒന്നും ഇല്ലാതെ വീഡിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് മാത്രം. പക്ഷേ ആ വീഡിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വന്നത് പോലും ഞാൻ റിവ്യൂ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാനിങ്ങനെ 19 സബ്ജക്റ്റ് ഞങ്ങൾക്ക് ഒറ്റ എക്സാമിന് ഒറ്റ സ്ട്രെച്ചിലാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ ആ 19 സബ്ജക്റ്റ് ഞാൻ മാതാവിനോട് ഈശോയോടും പറഞ്ഞു, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് ഏതാണോ അതെനിക്കിപ്പം ഒന്നുകൂടെ ഓടിച്ച് വായിച്ച് നോക്കാനായിട്ട് എൻ്റെ മനസ്സിൽ തോന്നിപ്പിക്കണേന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇൻറ്റേർണൽ മെഡിസിൻ്റെ ന്യൂറോളജി പാർട്ടാണ് എടുത്ത് വായിക്കാൻ തോന്നിയത്. ആ ഒരു ബേസ് ചെയ്തുള്ള വീഡിയോ ക്വസ്റ്റ്യൻസ് 2-3 എനിക്ക് കിട്ടി. പക്ഷേ അത് പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യാനുള്ള ഒരു കാലിബർ ഇല്ലായിരുന്നു. പക്ഷേ എന്നാലും ആ വീഡിയോ കണ്ടതിൻ്റെ ഒരു ബേസിസിൽ എനിക്ക് ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റി. ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഞാൻ ഭയങ്കര ടഫായിട്ട് തോന്നും. അപ്പം ഞാൻ തന്നെ പറയും, മാതാവേ പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഞാനൊരു ക്ലിനിക്കൽ ബേസിൽ നിൽക്കുമ്പോൾ ഞാൻ ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്ന് എനിക്ക് വെളിപ്പെടുത്തി തരണമെന്ന് പറയുമായിരുന്നു. അങ്ങനെ ആ ഒരു ബേസിസിലാണ് ഞാൻ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ എക്സാം കഴിഞ്ഞു. നമ്മുടെ എക്സാമിൻ്റെ റിസൾട്ട് എന്ന് വരുമെന്നൊന്നും അവർ ഫർദർ നേരത്തെ മുൻകൂട്ടി അറിയിക്കത്തില്ല. അവരെപ്പോഴെങ്കിലും തോന്നുന്നൊരു സമയത്ത് എക്സാമിൻ്റെ റിസൾട്ട് ഇടത്തേ ഉള്ളൂ, നമ്മളോട് നേരത്തെ കൂട്ടി പറയത്തൊന്നുമില്ല. അങ്ങനെ എക്സാം കഴിഞ്ഞു. ഒരു 1 വീക്ക് കഴിഞ്ഞപ്പം ഡാഡിക്ക് തിമിരത്തിൻ്റെ സർജറി ഉണ്ടായിരുന്നു. അങ്ങനെ മമ്മിയും ഡാഡിയും ഹോസ്പിറ്റലിലായിരുന്നു. ഞാൻ ആ സമയത്ത് മമ്മിയുടെ ചേച്ചിയുടെ വീട്ടിലായിരുന്നു. സാധാരണ എല്ലാ വർഷവും രാത്രിയാണ് എക്സാമിൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത്. പക്ഷേ ഈ പ്രാവശ്യം 7-ാം തീയതിയാണ് റിസൾട്ട് വന്നത്. ഇവിടെ ചൊവ്വാഴ്ച ആരാധന ആ ഒരു ടൈമിലായിരുന്നു, ഉച്ചയ്ക്കത്തെ സമയത്തായിരുന്നു എക്സാമിൻ്റെ റിസൾട്ട് വന്നത്. പക്ഷെ ഞാൻ ആ സമയത്ത് അറിഞ്ഞില്ല. എൻ്റെ അനിയത്തിയാണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത്, ഇതുപോലെ എക്സാമിൻ്റെ റിസൾട്ട് വന്നു, നീ പാസ്സായി, 157 മാർക്കുണ്ട് എന്ന് പറഞ്ഞത്. അപ്പം ഞാനിങ്ങനെ പഠിക്കുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ പറയായിരുന്നു, എൻ്റെ മാർക്കിനകത്ത് ഒരു 7 അല്ലെങ്കിൽ ഒരു 8 എന്നുള്ളൊരു നമ്പർ കാണണേ എന്നിങ്ങനെ ഞാൻ ജസ്റ്റ് പറയായിരുന്നു. അതുപോലെ ഞാനിങ്ങനെ പറഞ്ഞു, ഈ എക്സാം പാസ്സാവുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു സ്റ്റെത്തസ്കോപ്പ് പിടിക്കുക എന്നുള്ളത്. അത് പിടിച്ചുകൊണ്ട് മാതാവിൻ്റെ മുൻപിൽ ഒരു സാക്ഷിയായി എന്നെ നിർത്തണമേ എന്ന് ഞാൻ ഇങ്ങനെ എനിക്കൊരാഗ്രഹം പോലെ പറഞ്ഞായിരുന്നു മാതാവിൻ്റെ അടുത്ത്. അങ്ങനെ എല്ലാം വന്നത്, എൻ്റെ റിസൾട്ട് വന്നത് 7-ാം തീയതി ഇവിടെ ആരാധന നടക്കുന്ന സമയത്ത്, ആ ഒരു ആരാധന കഴിഞ്ഞ ആ ഒരു ടൈമിലാണ് എക്സാമിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തത്. അതും 7-ാം തീയതി തന്നെ. എനിക്ക് കിട്ടിയ മാർക്കിനകത്ത് 157 ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ മാതാവും ഈശോയും ത്രിത്വൈക ദൈവവും അനുഗ്രഹിച്ച് എനിക്ക് കിട്ടിയ റിസൾട്ടാണ്. അവരില്ലായിരുന്നെങ്കിൽ എനിക്കിത് ഒട്ടും എൻ്റെ മെറിറ്റിൽ നിൽക്കുന്ന കാര്യമല്ല. എന്ത് പഠിക്കണം, ഏത് പഠിക്കണം, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചില ടോപ്പിക്സ് ഞാൻ കടന്നു പോകുമ്പോൾ എന്നോട് ഒന്നും കൂടെ നോക്കെന്ന് പറയും. അങ്ങനെ അതിനകത്ത് നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് പ്രോപ്പർ ആ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പോലും എവിടെയോ വായിച്ചത് പോലുള്ള ക്വസ്റ്റ്യൻസ് കുറേ കിട്ടി. അതുപോലെ അച്ഛൻ ഇവിടെ പറയുന്നത് പോലെ ഒരു വചനത്തിൻ്റെ കൺക്ലൂഡിങ് പാർട്ട് വേറൊരു പാർട്ടിലായിരിക്കും കിട്ടുന്നതെന്ന് പറയുന്നത് പോലെ എനിക്ക് ആ ഒരു പോയിൻ്റ് ബേസ് ചെയ്ത് ഞാൻ സബ്ജക്റ്റുകൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് പഠിക്കാൻ തുടങ്ങി. അപ്പം അതും എനിക്ക് ഇവിടുന്ന് കിട്ടിയ ഒരു വെളിപ്പെടുത്തൽ പോലാണ്. അങ്ങനെ മാതാവും ഈശോയും എൻ്റെ കൂടെ നിന്നിട്ട് എനിക്ക് ഈ വിജയം തന്നു. കാരണം പാസിംഗ് പെർസെൻറ്റേജ് ഈ പ്രാവശ്യം വളരെ കുറവായിരുന്നു. 12 പാസിംഗ് പെർസെൻറ്റേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു പാസിംഗ് പെർസെൻറ്റേജിൽ ഇത് എൻ്റെ വിജയമല്ല, ഇത് മാതാവിൻ്റെയും ത്രിത്വൈക ദൈവത്തിൻ്റെയും വിജയമാണ്. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇവിടുത്തെ പത്രം മേടിച്ച് ഞങ്ങൾ ബസ് സ്റ്റാൻഡുകൾ, ഹോസ്പിറ്റൽസ്, അങ്ങനെ എവിടെയെങ്കിലും പോകുന്ന വഴിക്ക് ഓരോരുത്തർക്ക് കൊടുക്കുകയായിരുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വഴിയിൽ കാണുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ എവിടെയെങ്കിലും ആവശ്യമുള്ള ആൾക്കാർക്കും ഒക്കെ അങ്ങനെ കൊടുക്കുകയായിരുന്നു. പിന്നെ ആത്മീയമായി വന്ന വളർച്ചയെന്ന് പറയുമ്പം കൂടുതൽ ദിവ്യകാരുണ്യത്തിനോട് ഒരടുപ്പം തോന്നാൻ തുടങ്ങി.
അടുപ്പം തോന്നാൻ തുടങ്ങിയത് പണ്ടും ദിവ്യബലികളിൽ പങ്കെടുക്കുമായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ഒരു പ്രത്യേക ഒരു സ്നേഹം തോന്നാൻ തുടങ്ങി. അതുപോലെ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നതിന് മുന്നേ വീട്ടിലെ തിരുഹൃദയം നോക്കിയിട്ട് എനിക്കെന്തോ ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ തിരുഹൃദയ പടം നോക്കി അങ്ങനെ ആ ഒരു രീതിയിൽ ഒരു അറ്റാച്ച്മെൻറ്റ് കൂടി, ഒരു ദൈവത്തിനോടുള്ള സ്നേഹവും അറ്റാച്ച്മെൻറ്റും കൂടി. അതുപോലെ ബൈബിള് വായിക്കാൻ, നേരത്തെ ഞാൻ ബൈബിള് വായിക്കുമായിരുന്നു, പക്ഷേ ഇപ്പം വായിച്ച് വരുമ്പോൾ കുറച്ചുകൂടെ വായിക്കാം എന്നൊരു മനസ്സിലൊരു തോന്നൽ, കുറച്ചുകൂടെ പോകാം. അല്ലെങ്കിൽ ഓരോ തവണ വായിക്കുമ്പോഴും അതിൻ്റെ ഡീപ്പർ മീനിങ് കിട്ടുന്നത് പോലെയൊക്കെ തോന്നി. അതുപോലെ അച്ഛനൊക്കെ പറയുമ്പോഴായാലും ഇപ്പം വചനം പറയുമ്പോൾ ഓക്കെ ആ വചനമാണല്ലോ എന്ന് പെട്ടെന്ന് റീകളക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ആത്മീയ വളർച്ചയുണ്ടായി. ഈശോയ്ക്കും മാതാവിനും ത്രിത്വൈക ദൈവത്തിനും 1000 നന്ദി. സങ്കീർത്തനങ്ങൾ 89 അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ. അങ്ങാണ് അവരുടെ ശക്തിയും മഹത്വവും, അങ്ങയുടെ പ്രസാദം കൊണ്ടാണ് ഞങ്ങളുടെ കൊമ്പ് ഉയർന്നു നിൽക്കുന്നത്. കർത്താവാണ് ഞങ്ങളുടെ പരിച, ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ് ഞങ്ങളുടെ രാജാവ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ബ്ലെസി ചാർലി, അമല ചാർലി തങ്ങളുടെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ വ്യക്തമാക്കുകയായിരുന്നു. ഇവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് പ്രകടമായിരുന്നു പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ഇവിടെ കുടുംബത്തിൽ ഉണ്ടാക്കി കൊടുത്ത വലിയ അനുഭവങ്ങൾ. ഈ അമ്മയുടെ രോഗസൗഖ്യമാണെങ്കിലും ഈ അപ്പച്ചൻ്റെ രോഗസൗഖ്യവും കയ്യിലുണ്ടായിരുന്ന ഫംഗൽ ഇൻഫെക്ഷൻ ആണെങ്കിലും അതേ തുടർന്ന് അപ്പച്ചന് കുടൽ സംബന്ധമായ അസുഖമാണെങ്കിലും അത് പരിപൂർണമായ പരിശുദ്ധ അമ്മ ഇടപെടലിലൂടെയാണ് അത് പൂർണ്ണമായിട്ടും സൗഖ്യം ലഭിക്കുക. കാരണം പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുത്ത സൂചനയായിട്ട് കാണിക്കുകയും അതോടൊപ്പം തന്നെ ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചൊക്കെ തന്നെ പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ അടയാളമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ജീവിക്കാനുള്ള വലിയ കാരണം നീണ്ട 18 വർഷങ്ങൾ ആലപ്പുഴയിൽ സേവനം ചെയ്തിട്ടും ഇങ്ങോട്ടേക്ക് വരാനായിട്ടൊരു കാരണം ഇടയാക്കിയതും അത് പൂർണ്ണമായിട്ട് പരിശുദ്ധ അമ്മയിലേക്ക് അടുപ്പിക്കുവാനുള്ള ഒരു കടമ്പ കൂടിയായിരുന്നു. അതുതന്നെയാണ് പൂർണ്ണമായൊരു സൗഖ്യം നൽകി കുടുംബത്തെ അനുഗ്രഹിക്കുക ചെയ്തത്. അതോടൊപ്പം തന്നെ ഇവരുടെ മകളായ അമല ചാർലിയുടെ FMG എക്സാം പാസ്സാകുന്നത് അത് പൂർണ്ണമായിട്ടും വളരെയേറെ ബുദ്ധിമുട്ടുള്ളൊരു എക്സാം കൂടിയാണ്. കാരണം ഈ വർഷം നിരവധി പരീക്ഷ എഴുതിയിട്ട് 12% ആൾക്കാരാണ് പാസ്സായത്. അപ്പോൾ തന്നെ നമുക്ക് ഈ മകളുടെ വാക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് 4 തവണ എഴുതി, അതിൽ 3 തവണ ചില കാരണങ്ങളാൽ അത് ഫെയിലായി പോകാനുള്ള സാഹചര്യമുണ്ടായി. എന്നാൽ 4ാമത്തെ തവണ അറ്റംപ്റ്റ് ചെയ്യുമ്പോഴും അത് ഉടമ്പടിയോട് ചേർന്നുകൊണ്ടും അത് പരിശുദ്ധ മാതാവിനുള്ള ഒരു ഉറച്ച വിശ്വാസത്തിനും കൂടിയാണ് ഈ എക്സാം എഴുതാനായിട്ട് പോവുക ചെയ്യുന്നത്. കാരണം നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോഴാണെങ്കിലും വിശ്വാസത്തോടുള്ള പ്രാർത്ഥനയോടാണെങ്കിലും, കാരണം കഴിഞ്ഞ 3 തവണ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ടെക്നിക്കലായിട്ടുള്ള എററുകളൊക്കെ സംഭവിക്കുമ്പോഴും ഇപ്രാവശ്യം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും വരുത്തിയില്ലെന്നുള്ളൊരു പ്രാർത്ഥന ഇവിടെ ആരംഭിച്ചെന്നാൽ പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ സംരക്ഷണയിൽ ഈ മകൾ ആഗ്രഹിച്ച രീതിയിൽ അത് പാസ്സാകുവാനായിട്ട് സാധിക്കുകയും ചെയ്തു. കാരണം പരിശുദ്ധ അമ്മയുടെ അടയാളം എന്നോണം ഒരു 7 എന്ന സംഖ്യ എൻ്റെ മാർക്കിൽ അതുണ്ടാകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. അത് പരിശുദ്ധ അമ്മ ഈ മകൾക്ക് അടയാളമായിട്ടത് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് തനിക്ക് 157 മാർക്ക് നൽകി അനുഗ്രഹിക്കുമ്പോഴാണ്. അത് ഈ മകളുടെ വാക്കിൽ നിന്ന് നമുക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനിയും മുമ്പോട്ടുള്ള ഈ കുടുംബത്തെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷണ സാക്ഷികളായിട്ട് ഇനിയും ഉയർത്തണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷണ സാക്ഷിയായിട്ട് മാറ്റട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കുകയും ചെയ്യും.